പറമ്പിൽ അടക്കൊക്കെ വീണെടുക്കുന്നത് കണ്ടില്ലേ? ഉള്ളത് മുഴുവനും വവ്വാല് കൊണ്ടുപോവാണ്. ഈ ഒന്ന് അയാളെ വിളിച്ചു നോക്കി. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു നോക്കാം. ഹലോ, നിങ്ങൾ എത്ര ദിവസമായി അമ്മ വിളിക്കുന്നത്? അടക്കെല്ലാം നിലത്ത് വീണ നാശമായി പോവുക. നിങ്ങൾ വരുമെന്ന്? ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നല്ല തിരക്കുള്ള സമയം. അതാ എന്താ ചെയ്യാ? അത്രയും കഴിഞ്ഞിന് വേണ്ടിട്ട് അങ്ങോട്ട് വന്നാലും മുതലാവില്ല. അതാണ്. വേറെ ആരെങ്കിലും നോക്കുവോ? എന്തെങ്കിലും വൈകിട്ടോ നോക്കുവാ? ആയിക്കോട്ടെ. ചേട്ടാ, ഈ അടക്ക പറിക്കുന്ന മെഷീൻ ഇവിടെ കിട്ടുന്നിട്ട് വന്നതാ. ഇതാണ് അടക്ക പറിക്കുന്ന വണ്ടർ ക്ലൈംബർ എന്ന യന്ത്രം. നിങ്ങൾ കയ്യും കാലും ഇതിങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കൂട്ടി വെക്കുക. ഇതിങ്ങനെ കഴുകി ഇങ്ങനെ വെച്ചിട്ട് ഹോൾസിനും കറക്റ്റായിട്ട് ഇടുക. ഈ പിന്നിടുക, ഈ കൊളുത്ത് ഇവിടെ ഇടുക. അതിനുശേഷം ഈ കത്തി ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾ ചെയിൻ ഇങ്ങനെ വലിച്ച് അല്പം ടൈറ്റിൽ ഇടുക. ഈ കൊളുത്ത് ഇതിൽ പിടിപ്പിക്കുക. ഇത് വലിച്ചാൽ ഇറങ്ങും, ഇത് വലിച്ചാൽ കയറും. വീണ്ടും റിലീസ് ചെയ്യുക. അങ്ങനെ കയറിപ്പോയിക്കോ. എപ്പോഴും അതെ. പ്രകാശേട്ടങ്ങൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മരത്തിൽ കയറുന്ന യന്ത്രത്തെ പറ്റിയിട്ട് ഞാൻ 2009 മുതൽ അന്വേഷണം നടത്തിയ. അന്ന് ഇൻ്റർനെറ്റൊക്കെ വളരെ കുറവാണ്. അന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന നേരം ട്രീ ക്ലൈമ്പിംഗ് മെഷീൻ അടിച്ചാൽ ഒന്നും കിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ അന്വേഷണം തുടങ്ങിയത്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ആളുകളെ നോക്കാൻ തുടങ്ങി. തെങ്ങും കയറുന്ന ആളുകളെ അതെങ്ങനെയാണ് അത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടൊരു മെഷീൻ ഉണ്ടാക്കിയത്. പ്രകാശേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ വെറുതെ ഒന്നും ഇരിക്കാതെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയതാണ്. അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇത് മനസ്സിലിതൊക്കെ അന്നേ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. ചേട്ടാ, സംഭവം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് പറിച്ചു നോക്കട്ടെ? നോക്കാം. ഇതുകൊണ്ട് ഇനി പറിക്കാനാവുമോ? ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യാം. അല്ല, ഇത് ഒക്കെ ഈ പറിച്ചോ അടക്ക? പിന്നെ അല്ലാണ്ട്. ഇനി അടക്ക പറിക്കാൻ നമുക്ക് ആരെ സഹായം വേണ്ട. ഞാനൊക്കെ പറിച്ചു.